ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ ഡേ വീഡിയോ ആണ്. ഇത് കഴിഞ്ഞ 12-ാം തീയതി ഷൂട്ട് ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. വളരെ ലേറ്റായിട്ടാണ് പോസ്റ്റ് ചെയ്യണത്. സ്പെഷ്യൽ ഡേ എന്താണെന്നുള്ളത് എല്ലാവർക്കും ക്യാപ്ഷനിൽ മനസ്സിലായിട്ടുണ്ടാവും. ഇന്ന് ഞങ്ങളുടെ ഹിംനേഷ് ബേബിയുടെ അത് വേണ്ട ഞങ്ങളുടെ അമ്പാടിയുടെ 5th ബർത്ത്ഡേ സെലിബ്രേഷനാണ്. ഇതാണ് ഞങ്ങളുടെ വീട്. ഞങ്ങളുടെ വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീടാണ്. മലമക്കാവാണ് വീട്. മാർച്ച് 12, 2021 അമ്പാടിയുടെ ബർത്ത്ഡേ ഉണ്ടായിരുന്നു. ഒരു കൊറോണ സമയത്തായിരുന്നു. അവിടെ നിന്ന് അങ്ങോട്ട് അവൻ്റെ സ്പെഷ്യൽ ഡേയ്സൊക്കെ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ ഞങ്ങൾ മാക്സിമം സ്പെഷ്യലാക്കാൻ നോക്കിയിട്ടുണ്ട്. അവനെ മെമ്മറബിൾ ആക്കാനും നോക്കിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഞങ്ങൾ എറണാകുളത്തായിരുന്ന കാരണം എറണാകുളത്ത് വെച്ചിട്ടായിരുന്നു എൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ ഉണ്ടായിരുന്നത്. ഫോർട്ട് കൊച്ചി ബീച്ചിൽ വെച്ചിട്ടായിരുന്നു കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഫ്രണ്ട്സ് മാത്രമായിരുന്നു. അത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ബർത്ത്ഡേ സെലിബ്രേഷൻ ആയിരുന്നു. ഇപ്പോൾ ഈ വർഷം ഞങ്ങളെല്ലാവരും നാട്ടിലുള്ളത് കൊണ്ട് തന്നെ നാട്ടിൽ ഞങ്ങളുടെ ഫ്രണ്ട്സുകളെല്ലാം പിന്നെ വളരെ ക്ലോസ് ആയിട്ടുള്ള റിലേറ്റീവ്സും മാത്രം വിളിച്ചിട്ടൊരു ചെറിയ സെലിബ്രേഷൻ നടത്തണം എന്നുണ്ടായിരുന്നു. ഫ്രണ്ട്സും ഫാമിലീസും ഒക്കെ കൂടിയിട്ട് ടോട്ടൽ ഒരു 25 പേരുടെ പ്രോഗ്രാമായിരുന്നു. അപ്പോൾ ഫുഡൊക്കെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കാമെന്നുള്ളതായിരുന്നു ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതാണ് ഞങ്ങളുടെ അമ്മ. അപ്പോൾ അമ്മേനെ ആദ്യമായിട്ടാണ് വീഡിയോ എടുക്കേണ്ടത് പറഞ്ഞിട്ടാണ് അമ്മ വരുന്നത്. അപ്പോൾ ഇത് നമ്മൾ വീടിൻ്റെ ബാക്ക് വശമാണ്. അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ പുറത്ത് വെച്ചിട്ടാണ് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. നെയ്ച്ചോറും ചിക്കൻ കറിയും ആയിരുന്നു നമ്മൾ ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. മുമ്പുണ്ടായിരുന്ന ബർത്ത്ഡേകൾക്കൊക്കെ ഞാനും എബിയേട്ടനും കൂടിയിട്ടായിരുന്നു എല്ലാം പ്ലാൻ ചെയ്യുകയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്രാവശ്യം ഫുൾ കാര്യങ്ങളെല്ലാം എബിയേട്ടൻ തന്നെയായിരുന്നു സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ അറിഞ്ഞിട്ടുണ്ട്. ഞാനിങ്ങനെ ചോദിക്കുന്നുണ്ടെന്ന്, അമ്പാടിയുടെ ബർത്ത്ഡേ ആവാറായി, എന്താ ചെയ്യുന്നത്, സെലിബ്രേഷൻ ഉണ്ടോ, കേക്ക് കട്ടിങ് ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ടെങ്കിൽ കൂടി ആ സമയമാവട്ടെ എന്നായിരുന്നു എബിയേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ബർത്ത്ഡേയുടെ അന്ന് രാവിലെ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് അമ്പലത്തിൽ പോയി തൊഴുത് വന്നതിന് ശേഷം ഒരു ഉച്ച വരെയും സെലിബ്രേഷൻ്റെ കാര്യങ്ങളൊന്നും യാതൊരുവിധ അനക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരു 3 മണിക്ക് ശേഷമാണ് പിന്നെ വെജിറ്റബിൾസും ചിക്കനും പിന്നെ ഈ ഡെക്കറേഷൻ സാധനങ്ങളൊക്കെ ആയിട്ട് വന്നിട്ട് എല്ലാം സെറ്റ് ചെയ്യും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ സത്യത്തിൽ പെട്ടെന്ന് ഇതൊക്കെ കണ്ടപ്പോൾ ഞാൻ ആകെ ഭയങ്കരമായിട്ട് ഷോക്കാവുകയാണ് ചെയ്തത്. ഞാൻ മാത്രമല്ല, അമ്പാടിയും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കറങ്ങിട്ടൊക്കെയാണ് ദൈവം എൻ്റെ വീഡിയോ ആയിരുന്നു. കറങ്ങിയിട്ടുള്ളതാണോ? ഒരുമിച്ചിട്ടുള്ള ഈ ഡെക്കറേഷനും കുക്കിങ്ങും കാര്യങ്ങളൊക്കെയും കൂടി നല്ല രസമുണ്ടായിരുന്നു. പരസ്പരമുള്ള കളിയാക്കലും പിന്നെ തമാശ പറച്ചിലും കാര്യങ്ങളൊക്കെ ആയിട്ട്. മെയിനായിട്ട് ഡെക്കറേഷനൊക്കെ ആയിട്ടുണ്ടായിരുന്നത് ഒന്ന് അഖിലും പിന്നെ ഒന്ന് ഷാംജിത്തും ആയിരുന്നു. എനിക്ക് സത്യത്തിൽ ഡോക്ടർ റെസ്റ്റ് പറഞ്ഞുള്ള കാരണം കൂടുതലായിട്ടും ഇങ്ങനെ ഈ പരിപാടികളൊന്നും ഇൻവോൾവ്ഡ് ആവാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പേഷ്യൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുക്കിയതിന് ശേഷം പിന്നെ എല്ലാവരും ബാക്കിലേക്ക് നമ്മൾ വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുമിച്ചിരിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ മെയിനായിട്ട് കട്ടിങ് ഇവർ 3 പേരായിരുന്നു. ഒന്ന് എബിയേട്ടൻ്റെ ഏട്ടനാണ്, പിന്നെ 2 പേര്, ഒന്ന് അഖിലും പിന്നെ ഒന്ന് എബിയേട്ടനാണ്. അപ്പോൾ അച്ഛനും ഏട്ടനും കൂടിയിട്ടായിരുന്നു മെയിനായിട്ട് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നത്. ഏകദേശം ഒരു 5 മണിയോട് കൂടിയിട്ട് തന്നെ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ നൈറ്റ് ഒരു 8 മണിക്കൊക്കെ ആയിട്ടായിരുന്നു കേക്ക് കട്ടിങ്ങൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പ്രോമിസ് ആയിട്ടും കേക്ക് വാങ്ങി തരുമോന്ന് ഓരോ കാര്യങ്ങളും മുന്നേ പ്ലാൻഡ് അല്ലാത്ത കാരണം അമ്പാടിക്ക് ഭയങ്കര ഡൗട്ടായിരുന്നു. കേക്ക് ഉണ്ടാവുമോ, ഇതൊക്കെ ചെയ്തിട്ടിട്ട് കേക്ക് ഒന്നും കിട്ടാണ്ടായാലോ, ഒന്നിനും പറ്റിയിട്ട് ഒരു ഐഡിയയും എബിയേട്ടൻ കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ. അമ്പാടിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് അറിയുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ സ്കൂളൊക്കെ വിട്ട സമയമൊക്കെ ആയപ്പോൾ അവൻ്റെ ഫ്രണ്ട്സുകളൊക്കെ വരാൻ തുടങ്ങി. പിന്നെയും അവിടുത്തെ കട്ടിങ്ങൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും വന്നപ്പോൾ അമ്പാടി തന്നെ ഒട്ടിച്ച് വെച്ചിരുന്ന ബലൂണൊക്കെ അവൻ തന്നെ പറിച്ചെടുക്കായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എബിയേട്ടൻ്റെ അടുത്തൊന്ന് ചീത്ത ഇട്ട് വെച്ചിരിക്കുകയായിരുന്നു.
പിന്നെ വീണ്ടും കുക്കിങ്ങിലേക്ക് പോയി. അങ്ങനെ ചിക്കൻ കറിയുടെ പരിപാടിയൊക്കെ ഒരുവിധം ഒതുങ്ങി കഴിഞ്ഞു. ഇനി ഫസ്റ്റ് ചിക്കൻ കറി ഉണ്ടാക്കിയത്, പിന്നെ അതിന് ശേഷമാണ് റൈസിലേക്കും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് നോക്കിയത്. അങ്ങനെ ഫുഡൊക്കെ ആയി എല്ലാവരും മേലൊക്കെ കഴുകി ഫ്രഷൊക്കെ ആയതിന് ശേഷം അപ്പോഴത്തേനും എൻ്റെ വീട്ടിൽ നിന്ന് വന്നു. അപ്പോൾ അച്ഛനും അമ്മയും അനിയത്തിയും മിതുവേട്ടനും പീലിമോളൊക്കെ കൂടിയിട്ട് ഒരുമിച്ചാണ് വന്നത്. അപ്പോൾ ഇത് അച്ഛനും അമ്മയും അവന് ഗിഫ്റ്റ് ചെയ്തതായിരുന്നു സ്റ്റഡി ടേബിള്. അവന് ഭയങ്കര സർപ്രൈസായി. ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അവനോട്. ഞങ്ങളങ്ങനെ മിണ്ടൊന്നും പിടിച്ച എന്താണിത്? അമ്മടി ചോദിക്കുന്നുണ്ട്. എല്ലാവരും വന്ന് ഗിഫ്റ്റൊക്കെ കൊടുക്കൽ തുടങ്ങിയപ്പോൾ തന്നെ അമ്പാടിക്ക് നല്ല പവറായിരുന്നു. എൻ്റെ ഫാമിലിയിൽ നിന്ന് എല്ലാവരും വന്നതിന് ശേഷം പിന്നെ ബേട്ടൻ്റെ ഫ്രണ്ട്സുകളും കൂടി വന്നു. പിന്നെ അതിന് ശേഷം നേരെ കേക്ക് കട്ടിങ്ങും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് നോക്കുകയുണ്ടായത്. കുറച്ച് ലേറ്റായി. 8 മണി എന്നുള്ളത് ഒരു 8:30 ആവാറൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉമ്മാർ തന്നെയാണ് എല്ലാം സെറ്റ് ചെയ്തിട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. അവന് ഭയങ്കര നിർബന്ധമായിരുന്നു അവൻ ഒറ്റയ്ക്ക് കട്ട് ചെയ്യും, ഒരാളും എൻ്റെ കൈ പിടിക്കാൻ വരരുത് എന്നുള്ളത്. അപ്പോൾ പിന്നെ ഞങ്ങൾ കേക്ക് കട്ടിങ്ങിന് അവനൊപ്പം നിന്നില്ല. കേക്കിൻ്റെ കാര്യം എപ്പോഴും ഞങ്ങൾ പറഞ്ഞിരുന്ന റെഡ് വെൽവെറ്റ് കേക്ക് വേണം എന്നുള്ളത്. പിന്നെ അമ്പാടി പറഞ്ഞിരുന്നത് 5 എന്ന് എഴുതിയിട്ടുള്ള കേക്ക് ഒരു ഡിസൈൻ വേണമെന്നായിരുന്നു. അപ്പോൾ 5 എന്ന് എഴുതിയിട്ടുള്ള ഡിസൈൻ അവന് കാണിച്ചു കൊടുത്തപ്പോൾ അവനതൊന്നും ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഈ കേക്കിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ എല്ലാം ബേട്ടൻ്റെ ഇഷ്ടത്തിന് തന്നെയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു. കേക്ക് ഓപ്പൺ ആക്കിയതിന് ശേഷമാണ് ഞങ്ങൾ തന്നെ ഡിസൈനും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അവന് ഭയങ്കര ഇഷ്ടമായി, എനിക്കും നല്ല ഇഷ്ടമായി. പിന്നെ അങ്ങനെ എല്ലാവർക്കും കൊടുത്തു. കേക്ക് അവന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്തു. ഓരോ പീസുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് കൊടുത്ത് പിന്നെ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ചെറിയ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. ഞങ്ങൾ ഫാമിലീസ് കാര്യങ്ങളെല്ലാവരും കൂടി ഫ്രണ്ട്സുകളെല്ലാവരും കൂടിയിട്ട്. കട്ടിങ് കഴിഞ്ഞിട്ട് എല്ലാവർക്കും നേരെ ഫുഡ് കൊടുക്കാനുണ്ടായത്. സത്യത്തിൽ അതൊന്നും വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് കാണാം.